ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് പുല്ല് വെച്ച് പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാണും ഒരു വീട്ടിൽ കുറച്ച് ഭാഗത്ത് പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരു മൂലയിൽ ഇതുപോലെ കിടന്ന സ്ഥലമാണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, വളരെ വൃത്തിഹീനമായ രീതിയിൽ കിടന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ആ മതിലൊക്കെ നല്ല രീതിയിൽ പ്ലാസ്റ്റർ ചെയ്തു. അതിനുശേഷം മണ്ണ് നിരത്തുകയാണ്. ഇതുപോലെ കിടന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് പിന്നീട് ഉള്ള വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആ സ്ഥലം എങ്ങനെ ആക്കി എടുത്തുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി കൂടുതൽ ചിലവൊന്നും വന്നില്ല. നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഒരു ഗാർഡൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒരു പച്ചപ്പ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെ നല്ല ഒരു ഇതായിരിക്കും. നമുക്ക് കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുന്ന രീതിയിൽ ഒരു പച്ച ഉള്ള ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കും. അതിനുവേണ്ടി നമ്മൾ ആവശ്യമില്ലാത്ത മരങ്ങളൊക്കെ ആദ്യം പൊഴുത് കളഞ്ഞതിന് ശേഷം നമുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്യുക എന്നതാണ്. അപ്പോൾ നല്ല കളകളൊന്നുമില്ലാത്ത മണ്ണാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. മേൽമണ്ണ് ഉപയോഗിക്കാതെ കുറച്ച് അടിയിൽ നിന്നുമുള്ള മണ്ണാണെങ്കിൽ കൂടുതൽ കളകളൊന്നും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ സൈഡിലൊക്കെ നമ്മൾ പഴയ തറയോടൊക്കെ നിരത്തിയിരുന്നാണ്. അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം അവിടെ ബേബി മെറ്റിലൊക്കെ ഇട്ട് ഫിൽ ചെയ്തു. നമുക്ക് ഏത് രീതിയിലാണ് പുല്ല് വയ്ക്കേണ്ടുന്ന ആ രീതിയിൽ നമ്മൾ ആദ്യം നിലമൊരുക്കുക. അതിന് വേണ്ടിയിട്ട് ഏത് ഷേപ്പാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ ഒരു ഇത്തിരി ഹൈറ്റ് കൂട്ടി, ബാക്ക് സൈഡിലോട്ട് ഹൈറ്റ് കൂട്ടിയതിന് ശേഷം ഫ്രണ്ടിലോട്ട് താഴ്ത്തി കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ആ പുല്ല് കാണാൻ കഴിയും. നിരപ്പായി കിടന്നാൽ പുല്ല് കാണുവാനുള്ള ഒരു ഇത് ഇല്ല. കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയ മലകൾ പോലെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂവിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ ഷീറ്റ് പുല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷീറ്റ് പുല്ലെന്ന് പറയുമ്പോൾ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് 4 സ്ക്വയർ ഫീറ്റാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് 30 രൂപ, 25-30 പല സ്ഥലങ്ങളിലും പല വിലയാണ് ഉള്ളത്. അപ്പോൾ ഈ ഷീറ്റുകൾ തമ്മിൽ വയ്ക്കുമ്പോൾ ആ തമ്മിൽ ചേർന്ന ഭാഗം നല്ല രീതിയിൽ ചേർത്ത് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നല്ല രീതിയിൽ മണ്ണുമായി കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ പുല്ല് വെച്ച് കൊടുക്കാൻ. മണ്ണ് നമ്മൾ നല്ലതുപോലെ ഉറപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ചവിട്ടുമ്പോൾ അല്ലെങ്കിൽ വെള്ളമൊക്കെ നനഞ്ഞതിന് ശേഷം താന്നു പോവുകയും പുല്ലും മണ്ണുമായിട്ട് കോണ്ടാക്ട് ഇല്ലാതെ വരികയും അവിടെ അഴുകി പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നല്ല രീതിയിൽ മണ്ണ് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഈ ഷീറ്റുകൾ വയ്ക്കുക. ഇനി ഈ ഷീറ്റ് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ഷീറ്റ് വാങ്ങിയതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പകുതി പോലും വേണ്ട ഷീറ്റ്, ഒരു 3-4 ഷീറ്റ് കൊണ്ട് തന്നെ ഇത്രയും സ്ഥലമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പുല്ല് നിരന്ന് കിട്ടണമെങ്കിൽ നമുക്ക് ഏകദേശം 2 മാസത്തോളം എടുക്കും എന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ പുല്ലെല്ലാം നിരത്തി കഴിഞ്ഞു. ഇനി ഇതിൽ വളമൊന്നും വേണ്ട, ഒരു വളം ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ചില നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചാണകമൊക്കെ അറിയാതെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ടു കഴിഞ്ഞു. അതിൽ മൊത്തം കള കയറി നശിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒന്നും വേണ്ട, മണ്ണിൻ്റെ പുറത്ത് ഈ ഷീറ്റുകൾ വെച്ചാൽ മാത്രം മതിയാകും. അതിനുശേഷം നമുക്ക് ഒരു മരുന്ന് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ചിതലാണ് ഇതിനെ ആക്രമിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കീടം എന്ന് പറയുന്നത്. അപ്പോൾ ചിതലിൻ്റെ ആക്രമണം ഉണ്ടെങ്കിൽ നമുക്കറിയാം, ചില സ്ഥലങ്ങളിൽ പുല്ല് അഴുകി പോയത് കണക്കിരിക്കും, കരിഞ്ഞു പോയത് കണക്ക്. അവിടെ നമ്മൾ പുല്ല് പിടിച്ചു കൊടുത്താൽ പുല്ല് പിഴുത് ഇങ്ങ് വരും. അപ്പോൾ അത് ചിതലിൻ്റെ ആക്രമണമാണ്. അവിടെ നോക്കിയാൽ കാണാം, ചിതലുകൾ ഇരിക്കുന്നതും കാണാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് കടകളിൽ നിന്ന് മരുന്ന് കിട്ടും. ഇപ്പോൾ ആ പെയിൻ്റൊക്കെ അടിച്ചു വേറെ സ്ഥലത്ത് നിൽക്കുന്നത് പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. അത്രമാത്രം മാറ്റം ഉണ്ടായി കഴിഞ്ഞു കുറച്ച് പുല്ല് വെച്ചപ്പോൾ. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്നതാണ്. ഏകദേശം 2 ആഴ്ച ആയപ്പോൾ തന്നെ നല്ല രീതിയിൽ പുല്ല് വളർന്ന്, അതുപോലെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം പുല്ല് വയ്ക്കുവാൻ, അല്ലെങ്കിൽ പുല്ല് തഴച്ച് വളർന്നു പോകും. നമുക്ക് കാർപ്പറ്റ് പോലെ നിൽക്കണമെങ്കിൽ എപ്പോഴും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം ഈ പുല്ല് വയ്ക്കേണ്ടുന്ന സ്ഥലം. നിങ്ങൾക്ക് വളർച്ച കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് യൂറിയ കലക്കി തളിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും പുല്ലുകൾ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. കുറഞ്ഞ ചിലവിൽ നമുക്ക് പുല്ല് വെച്ച് പിടിപ്പിച്ച് നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ നല്ല മനോഹരമാക്കി മാറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ പ്രധാനമായും ഇവിടെ പുല്ല് വയ്ക്കാൻ തീരുമാനിച്ചത്, അപ്പോൾ കൂട്ടുകാർ ചോദിക്കും ഇവിടെ നല്ല കൃഷി ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. പക്ഷേ ഇതിവിടെ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം, ഈ പുല്ല് വെച്ചിരിക്കുന്ന ഭാഗത്ത് കൂടുതൽ 3/4 ഭാഗത്തോളം സ്ഥലത്തും കല്ലുകളാണ്. പഴയ പാറയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഉള്ള ഒരു പാറ ഉള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലം. ആ വലിയ പാറയാണ് അതിൻ്റെ അടിഭാഗത്ത്. അവിടെ ഒന്നും നട്ടിട്ട് കാര്യമില്ല. ഒരു ചെടി നട്ടാലും പിടിക്കില്ല. ചെറിയ ചെടികളൊക്കെ നടാമെന്നല്ലാതെ ഒരു മാവോ അങ്ങനെയുള്ള ഒന്നും നടാൻ പറ്റുന്ന സ്ഥലമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്ത് പുല്ല് വെച്ചത്. അല്ലെങ്കിൽ നമുക്ക് നല്ല ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാമായിരുന്നു ഇവിടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ വീട് മനോഹരമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മാർഗത്തിലൊന്നാണ്, കുറച്ച് സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ ഇതുപോലെ പുല്ല് വെച്ച് പിടിപ്പിച്ചാൽ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. തൽക്കാലം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.